അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ലോകത്ത് ഒരമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഈ ലോകത്തിൻ്റെ എല്ലാ സൗന്ദര്യവും കാണാൻ നമുക്കൊരു ജന്മം കിട്ടുക, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമാണ്. ഒരു കാര്യം വിജയിപ്പിച്ചെടുക്കൽ മാത്രമല്ല, വിജയത്തിലേക്കുള്ള യാത്ര ആസ്വദിക്കൽ കൂടിയാണ് ജീവിതത്തിൻ്റെ വിജയം. അത് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ നമുക്ക് ആകെ ഒരു വെപ്രാളമാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, ജീവിതം മടുത്തുപോയി എന്ന്, അല്ലേ? ഇപ്പോഴും പല ആളുകളും അത് പറയുന്നുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, ഒന്നും വിചാരിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ, ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ വേദനിപ്പിച്ച് കടന്നു പോകുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ജീവിതം വല്ലാതൊരു മടുപ്പാണെന്ന്, മടുത്തുപോയി എന്ന്. എന്നാൽ ജീവിതത്തോട് ഒരിക്കലും മടുപ്പ് തോന്നാൻ പാടില്ലെന്നും ജീവിതത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ലോകത്ത് ഒരമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഈ ലോകത്തിൻ്റെ എല്ലാ സൗന്ദര്യവും കാണാൻ നമുക്കൊരു ജന്മം കിട്ടുക, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും നമുക്കതിനെ കാണാനാവണം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ശരിയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പോഴൊക്കെ ജീവിതം വളരെ മനോഹരമാണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് പറയാനാവില്ല. എന്നാൽ എന്താണ് ജീവിതമെന്നും ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം എന്താണെന്നും തിരിച്ചറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ജീവിതത്തെ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവും. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്. അത് സ്വയം തിരിച്ചറിയാൻ നമുക്കായാൽ ജീവിതത്തെ വർണ്ണാഭമാക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നലകളിലും നമുക്കുണ്ടായിരുന്നു, ഇല്ലേ? കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഇടനാഴികളിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പിഴച്ചുപോയ കണക്ക് കൂട്ടലുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ നമ്മൾ മറികടന്നിട്ടുണ്ട്. ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യവും അതുതന്നെയാണ്. ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ളതാണ്, മുന്നോട്ട് പോകാനുള്ളതാണ്. ഇവിടെ എവിടെയാണ് ജീവിതം ആഘോഷിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും നല്ല നിമിഷങ്ങളും ആഹ്ലാദങ്ങളും പൊട്ടിച്ചിരികളും. ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളോടൊപ്പമുണ്ട്. ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളെപ്പോഴും വേണ്ടത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എപ്പോഴും നേരിടാനല്ല നമ്മൾ ശീലിക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഒഴുക്കിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത് എന്ന് ചുരുക്കം. ഒരിക്കൽ എല്ലാം അവസാനിപ്പിച്ച് കടന്നു പോവേണ്ടവരാണ് നമ്മളൊക്കെ. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഭാരവും ഒരിക്കൽ നമ്മൾ ഇറക്കി വയ്ക്കുക തന്നെ ചെയ്യും. പിന്നെന്തിനാണ് ജീവിതമെന്ന ഈ യാത്രയിൽ, ക്ഷണികമായ ഈ യാത്രയിൽ ആവശ്യമില്ലാതെ ടെൻഷനും സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മളിങ്ങനെ തലയിലേറ്റി ജീവിതത്തെ സങ്കീർണമാക്കുന്നത്? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അത് മല പോലെയും കുന്നുപോലെയും കടൽ പോലെയും ഒക്കെ കടന്നു വരട്ടെ. അതൊക്കെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സ്വഭാവമായിട്ട് നമ്മൾ കാണുക. അതിനെ ശാന്തമായ മനസ്സോടെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ നമുക്ക് ആകെ ഒരു വെപ്രാളമാണ്. നമ്മുടെ മനസ്സൊക്കെ നിയന്ത്രണങ്ങൾ വിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും. ആവശ്യമില്ലാതെ നൂറുകണക്കിന് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ആവശ്യമുള്ള ചിന്തകൾ കടന്നു വരില്ല താനും. ഇവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കൊരു ഭാരമാവുന്നത്. അത് വലിയ സങ്കീർണതകളിലേക്ക് കടക്കുന്നത്, ജീവിതത്തോട് മടുപ്പ് തോന്നുന്നത്, വെറുപ്പ് തോന്നുന്നത്. അതിന് പകരം
ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ശാന്തമായി നേരിടാൻ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ട്. എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഒന്നും നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കാനില്ല. ഒരാകാശവും ഇടിഞ്ഞു വീഴത്തില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന തിരിച്ചറിവോടെ ആ പരിഹാരം ശാന്തമായ മനസ്സോടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയൊരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും വളരെ നിസ്സാരമായിട്ട് നമുക്ക് നേരിടാനാവും. അല്ലാത്തവരൊക്കെ വെപ്രാളം പിടിച്ച് ജീവിതത്തിൻ്റെ സകല സൗന്ദര്യങ്ങളും നഷ്ടപ്പെടുത്തി ജീവിതം ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം ജീവിച്ചു തീർക്കും. അങ്ങനെയല്ല, ജീവിതത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തെ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആസ്വദിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമായിട്ട് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് കാണാനാവണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മിക്ക പ്രശ്നങ്ങളുടെയും ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിതത്തെ മനോഹരമാക്കാനും നമുക്ക് സാധിക്കണം. പല ആളുകളുടെയും പ്രശ്നം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ മറ്റുള്ള ആരെങ്കിലും അറിയുമോ എന്നുള്ള ഒരു ടെൻഷനാണ് ഏറ്റവും കൂടുതലും പല ആളുകൾക്കും ഉള്ളത്. ശരിയല്ലേ? നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അത് വിഷയമല്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ ആരെങ്കിലും അറിയുമോ എന്നുള്ള വലിയ ടെൻഷൻ നമുക്കുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു പോലും അറിഞ്ഞില്ല പോലും, അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നിലവിലുള്ള നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള വഴികളിൽ മാത്രം മനസ്സ് ഫോക്കസ് ചെയ്യുക. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അത് പരിഹരിച്ചു കഴിയുമ്പോൾ ജീവിതം വീണ്ടും സുഖകരമായൊരു യാത്രയായി മുന്നോട്ട് പോകും. അത് മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തികളായിട്ട്, അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ളവരായിട്ട് നമ്മൾ മാറണം. കാരണം മറ്റുള്ളവരെ പ്രശ്നം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുന്നത്, എല്ലാ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതെ മനുഷ്യരൊന്നും ഈ ലോകത്ത് എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രശ്നം മറ്റുള്ളവർ അറിഞ്ഞു എന്ന ടെൻഷനൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതില്ല. ജീവിതത്തെ എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഒരു ജന്മം എന്ന് പറയുന്നത്. ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് എന്നാണ് പറയുന്നത്. നിയോഗം എന്ന് പറയുന്നത് നമ്മൾ എന്തോ ചെയ്യാനോ നേടിയെടുക്കുവാനോ വേണ്ടി ജനിച്ച ഒരാളാണ്. അതെന്താണ് എന്നുള്ളത് സ്വയം കണ്ടെത്താനുള്ള ശ്രമമാണ് ജീവിതത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യിക്കാം. ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചുവോ അത് സ്വന്തമാക്കാനോ നേടിയെടുക്കുവാനോ സാധിച്ചെന്ന് വരില്ല എല്ലാ ആളുകൾക്കും. പക്ഷേ ആ യാത്ര സുന്ദരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഒരു കാര്യം വിജയിപ്പിച്ചെടുക്കൽ മാത്രമല്ല, വിജയത്തിലേക്കുള്ള യാത്ര ആസ്വദിക്കൽ കൂടിയാണ് ജീവിതത്തിൻ്റെ വിജയം. അത് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും മടുപ്പോടെ ജീവിതത്തെ സമീപിക്കാതിരിക്കുക. ജീവിതത്തോട് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് സുന്ദരമായി യാത്ര ചെയ്യാനാവുക? ആദ്യം വേണ്ടത് ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ സുന്ദരമായ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുവാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഇതിലുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടവർ, ഭാഗ്യം സിദ്ധിച്ചവർ. അതുകൊണ്ട് തന്നെ അത് സ്വന്തമാക്കുവാൻ, അതിലേക്ക് ലയിച്ചു ചേരുവാൻ, ഈ പ്രകൃതിയിലേക്ക്, ഈ മണ്ണിലേക്ക്, ഈ ഭൂമിയുടെ സൗന്ദര്യത്തിലേക്ക് അലിഞ്ഞു ചേരുവാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ, പ്രതിസന്ധികളുണ്ടാവട്ടെ, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവട്ടെ, അതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. എപ്പോഴും സന്തോഷം മാത്രമുള്ളതല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യനായിട്ട് ഈ മണ്ണിൽ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രശ്നങ്ങളുണ്ട്, സന്തോഷങ്ങളുമുണ്ട്. എല്ലാം കൂടിച്ചേർന്ന ഒരാകത്തുകയുടെ പേരാണ്, അതായത് സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഒരാകത്തുകയുടെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ മാനസിക വൈകാരിക തലങ്ങളെയും ഒരേപോലെ സ്വീകരിക്കുവാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ജീവിതത്തോട് ഒരിക്കലും മടുപ്പ് തോന്നാത്ത മനുഷ്യരാവുക. കിട്ടുന്ന ഓരോ നിമിഷങ്ങളിലും ആസ്വദിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. പരാജയപ്പെട്ടേക്കാം, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ലല്ലോ. പക്ഷേ നല്ല ഓർമ്മകളെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്രയാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. മടുപ്പ് തോന്നുന്ന മനുഷ്യരായിട്ടല്ല, ഒരിക്കലും മടുക്കാതെ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാനാവട്ടെ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാവണം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ചിന്തകളാവണം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരേണ്ടതും. അതിന് എല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.